എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇവിടെ രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമയില്ല, അതിൻ്റെ അത്ര എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്താന്ന് പറഞ്ഞാൽ അവറേജ് ആയിട്ടുള്ള രാക്ഷസനും ഇത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മൂവി? മീഡിയം എങ്ങനെ ഉണ്ടായിരുന്നു? രാക്ഷസം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മൂവി? എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ രാക്ഷസം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മോനെ മനുഷ്യനെ 2 മണിക്കൂർ പിടിച്ചിരുത്തി കിടന്ന് ഇഷ്ടപ്പെട്ടു. ഓരോ മിനിറ്റും ആകാംക്ഷയുടെ പുൽപ്പുരയിൽ നിർത്തി. രാക്ഷസനാണോ 5ാം പാതിരയാണോ ഇതെല്ലാം കൂടി കയറി വന്നിട്ടൊരു പ്രതീതിയാണ്. പക്ഷേ ഭയങ്കര ബ്രില്യൻ മേക്കിംഗ് ആണ്. നല്ല സ്റ്റോറി, ഡയറക്ഷൻ, BGM എല്ലാം നന്നായിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മൂവി? എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു വെറൈറ്റി ത്രില്ലറാണ്. എല്ലാ മൂവീസും പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ത്രില്ലറാണ്. വിഷ്ണു വിശാലിന്റെ അഭിനയമൊക്കെ സൂപ്പറാണ്. പിന്നെ ശെല്വരാഘവൻ സാറായാലും അടിപൊളിയാണ്. ക്രിസ്റ്റഫർ റോഡൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണോ ഇതിനകത്ത്? അല്ല, ഇതൊരു ഡിഫറെൻറ്റ് ത്രില്ലറാണ്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. 1 ടൈം വാച്ചുമ്പോഴാണ് എന്തായാലും കൊള്ളാം. നല്ലൊരു നമ്മൾ ഫുൾ ത്രില്ലായിട്ടായിരിക്കും സീരീസ്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരു നല്ലൊരു സൊസൈറ്റിക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൂടിയാണ്. ഓക്കെ, താങ്ക് യു. വിശേഷം ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. പിന്നെ ജിബ്രാൻസിന്റെ മ്യൂസിക് ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കാണേണ്ട മൂവിയാണ്. ഇല്ല, അങ്ങനെ വിറപ്പിക്കുന്ന സൈക്കോ ഒന്നും പറയാൻ പറ്റില്ല. കണ്ടതിനെ മനസ്സിലാക്കാൻ സിനിമ കൊള്ളാം. നമ്മൾ രാക്ഷസനൊക്കെ കണ്ട ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സൈക്കോ സീരിയൽ ത്രില്ലർ ആ ഒരു മൂവി ജോണർ കണ്ടാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷ വരുന്നത്. പക്ഷേ സോഷ്യലി ഭയങ്കര ചിലപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇറവലൻ്റ് ആയിട്ട് തോന്നുന്നൊരു പോയിന്റ് ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും പറയുക എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആൾക്കാർ ഇനി ഒരു മോഡലാക്കി എടുക്കുമോ, അങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ മോഡലാക്കി എടുക്കണമെന്നല്ല, ആ ഒരു നല്ലൊരു മെസ്സേജ് പറയുന്നുണ്ട്. ആ മെസ്സേജ് എടുക്കുക, ആ ഒരു ഇത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുണ്ട്. ക്ലൈമാക്സിൽ വേണമെങ്കിൽ പ്രേക്ഷകർ കണ്ടുപിടിക്കാം, അങ്ങനെ രീതിയിൽ കുറച്ച് ട്വിസ്റ്റുകൾ പറയുന്നുണ്ട്. ഓവറോൾ ഒരു ക്രൈം ത്രില്ലർ സീരീസിൽ ഭയങ്കര നല്ലൊരു മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. വിഷ്ണു വിശാലിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല ബ്രോ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള രാക്ഷസിലെ ഒരു ക്രൈം ത്രില്ലർ സൈക്കോ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരിക്കലും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു മാറ്റമില്ല. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. സൈക്കോനെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വേറൊരു തമിഴ് പടത്തിൽ നമ്മൾ വേറൊരു സൈക്കോനെ ടുവേഴ്സ് ദി എൻഡ് ക്ലൈമാക്സ് ആകുമ്പോൾ നായിക തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ടോർച്ചർ അനുഭവിച്ച നായിക തന്നെ ഇഷ്ടപ്പെടുന്ന അയാളൊരു പാവം എന്ന് പറയുന്നുണ്ട്. അതൊരു സൈക്കോയുടെ സൈക്കോളജിയാണ്. അതുപോലെ ആയിരിക്കും അത് കാണുന്ന പ്രേക്ഷകർക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അയാളെ റോൾ മോഡലാക്കി എടുക്കാം. മൊത്തത്തിൽ ഗുഡ് മെസ്സേജ് ആണോ? മെസ്സേജ് നല്ല ഒരു മെസ്സേജ് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന രീതി എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് തീരുമാനിക്കാം, അത്രേ ഉള്ളൂ. നല്ല മെസ്സേജാണ്, എന്നെ സംബന്ധിച്ച് നല്ല മെസ്സേജാണ്. പക്ഷേ ഇപ്പോൾ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലെ ഒക്കെ ഏതാണ് മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വേണ്ട. പക്ഷെ മെസ്സേജ് നല്ലതാണ് പറയും. സൈക്കോളജി